അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യന്റെയും വ്യക്തിത്വത്തെ നിർണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവന്റെ സംസാരം എന്നുള്ളത്. മനുഷ്യനുമായി സംസാരിക്കുക, കൂടെയുള്ളവരുമായിട്ടുള്ള അവന്റെ സംവേദന രീതി, അത് ആ മനുഷ്യന്റെ വ്യക്തിത്വത്തെ സമൂഹത്തിൽ തുറന്നു കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പ്രസിദ്ധമായ ഒരു അറബി കവിതയിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും, ലിസാനുൽ ഫത നിസ്ഫുൻ വനിസ്ഫു ഫുആദുഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. ഒരു മനുഷ്യന്റെ, ഒരു യുവാവിന്റെ പകുതി അവന്റെ നാവാണ്, പകുതി അവന്റെ ഹൃദയവും, ബാക്കി വരുന്നതെല്ലാം അവന്റെ മാംസവും രക്തവും മാത്രമാണ് എന്ന് കവി പറയുന്നുണ്ട്. വളരെ കൃത്യമാണ് ആ വാക്കുകൾ. നമ്മുടെ സംസാരം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാവെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മളെ തന്നെ നിർണയിക്കുന്ന ഒരു പകുതി ഭാഗമാണ് എന്നത് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലില്ലാത്ത ഒരു അവയവമാണ് നാവ് എങ്കിലും അത് ഹൃദയത്തെ തകർക്കുവാൻ പോരുന്നതാണ് എന്ന് പറയാറുണ്ടല്ലോ. നമ്മുടെ നാവിനെ നാം വളരെ സൂക്ഷ്മമായി ഉപയോഗിച്ച് മതിയാകൂ എന്നതാണ് സാരം. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരു മനുഷ്യന്റെ ഹൃദയം നേരെയാകുന്നത് വരെ അവന്റെ ഈമാൻ നേരെയാവുകയില്ല. ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ഒരുവന്റെ നാവ് ശരിയാകുന്നതുവരെ, നാവ് നേരെയാകുന്നതുവരെ അവന്റെ ഹൃദയം ശരിയാവുകയില്ല, നേരെയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഖൽബ്, ഹൃദയം നേരെയാകുന്നതുവരെ ഈമാൻ നേരെയാവുകയില്ല. ഹൃദയം നേരെയാവണമെങ്കിൽ നാവ് നേരെയാവണം, നാവിന്റെ ശൈലി അത് ശരിയാവണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധാരാളമായി സംസാരിക്കുക എന്നത് നല്ലതാണോ എന്ന് നാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സംസാരം എന്നത് മരുന്ന് പോലെയാണ്. അൽ കലാമു കദ്ദവ. അത് കുറച്ച് ഉപയോഗിച്ചാൽ, അതിന്റെ ഡോസ് അനുസരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപകാരപ്പെടും. എന്നാൽ ധാരാളമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് മരണത്തിന് കാരണമാകും എന്ന് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നുണ്ട്. മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുൻഗാമികൾ, 3 പുണ്യവാന്മാരായ മുൻഗാമികൾ 3 കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം ഉപദേശിക്കാറുണ്ടായിരുന്നു. ഒന്നാമത്തേത് നാവിനെ നിയന്ത്രിക്കുക എന്നതാണ്. രണ്ടാമത്തേത് കസറത്തുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ ധാരാളം നടത്തുക. മൂന്നാമത്തേത് ഒറ്റയ്ക്കിരിക്കുക, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് എൻ്റെ വ്യക്തിത്വം എന്താണ്, എവിടെയാണ്, എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നതൊക്കെ പരിശോധിക്കുക എന്ന് മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നാൽ പാടെ മൗനിയായിരിക്കണം എന്നതുമല്ല പറയുന്നത്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമുക്ക് അറിവുള്ള വിഷയത്തിൽ, അറിയാവുന്ന വിഷയത്തിൽ മിണ്ടാതിരിക്കുക എന്നത് നല്ലതല്ല. ലാ ഖൈറ ഫിസ്സുംതി അനിൽ ഇൽം. നമുക്ക് അറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്നത് നല്ലതല്ല. അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതും നല്ലതല്ല, അതിൽ നന്മയില്ല എന്ന് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നാവിന്റെ ഉപയോഗം അത് കൃത്യമാവുക, അത് അനാവശ്യമാവാതിരിക്കുക, അത് ഉപയോഗപ്രദമാവുക, ഉപകാരപ്രദമാവുക എന്നത് നമ്മുടെ വ്യക്തിത്വത്തെ കുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തന്നെ പറയുന്നുണ്ട്, ബികസറത്തു സുംതി തകൂനുൽ ഹൈബ. ആദരവ് വർദ്ധിക്കുന്നത് നിശബ്ദതയിലുണ്ടാകുന്ന വർധനവിലൂടെയാണ് എന്ന് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കുന്ന നമ്മുടെ സംസാരവും നമ്മുടെ ഇടപഴക്കങ്ങളും എല്ലാം എങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നത് എന്ന് നാം തീർച്ചയായും പരിശോധിക്കുക. റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.